ഹലോ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ MI A3 എന്ന ഡിവൈസിൻ്റെ അൺബോക്സിങ്ങും ഫസ്റ്റ് ലുക്കൊക്കെ നമ്മൾ കണ്ടതാണ്. അതിൻ്റെ ഗ്ലാസി ഫിനിഷും എല്ലാം നമ്മൾ ശ്രദ്ധിച്ചാണ്. ഇതിൻ്റെ വൈറ്റ് കളറും ബ്ലൂ കളറും കൂടെ അവൈലബിൾ ആണ്. ഇതിപ്പോൾ നമ്മുടെ ബ്ലാക്ക് കളറാണ് കയ്യിലിരിക്കുന്നത്. ഫോൺ 6 ഇഞ്ച് ഡിസ്പ്ലേ ആണ്, ബട്ട് സ്റ്റിൽ ഫോൺ വളരെ ഹാൻഡിയാണ്. കയ്യിൽ നമുക്ക് കൃത്യമായി ഒതുങ്ങുന്ന രീതിയിലാണ് ഷവോമിൻ്റെ മെയ്ഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ 4000 mAh ബാറ്ററി ഉണ്ടെങ്കിൽ പോലും അങ്ങനെ ഹെവി ഫീലിംഗ് ഒന്നുമില്ല. അതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് നമുക്ക് കാണാം. അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. സോ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായ Android 1 അല്ലെങ്കിൽ പ്യുവർ ആൻഡ്രോയിഡ് വെർഷനെ കുറിച്ച് പറയാനാണെങ്കിൽ, ഷവോമിയുടെ MI അല്ലെങ്കിൽ MI എന്ന ഇൻ്റർഫേസ് അല്ലാണ്ട് ഫോൺ വരുന്നതെന്ന് പറഞ്ഞാൽ ഗൂഗിൾ പിക്സൽ അല്ലെങ്കിൽ അതുപോലത്തെ ചില നോക്കിയ ഡിവൈസുകളിൽ വരുന്ന പോലെ Android 1 എന്നൊരു ഡയറക്റ്റ് ഗൂഗിൾ സോഫ്റ്റ്വെയർ ആണ് ഷവോമി MI A3 കൊടുത്തിരിക്കുന്നത്. Android Pie തന്നെയാണ് MI A3 റൺ ചെയ്യുന്നത്. ഇപ്പോൾ പിക്സൽ ഡിവൈസസുകളിൽ Android 10 അല്ലെങ്കിൽ Android Q എന്ന അപ്ഡേറ്റ് വന്നതുകൊണ്ട് തന്നെ ഉടനെ തന്നെ MI A3 അപ്ഡേറ്റ് വരും എന്ന് ഉറപ്പാണ്. അതാണ് സ്റ്റോക്ക് ആൻഡ്രോയിഡിനും മറ്റുള്ള ഫോണുകളിൽ നിന്നുള്ള വ്യത്യാസം. സ്നാപ്ഡ്രാഗൺ 665 എന്ന പ്രോസസ്സറാണ് MI A3 ഷവോമി യൂസ് ചെയ്യുന്നത്. അതിൻ്റെ റീസെൻറ്റ് ബട്ടൺ സ്ക്രോളിംഗ് ഇപ്പോൾ നമുക്ക് കാണാം. അത് വളരെ സ്മൂത്താണ്, അങ്ങനെ ലാഗ് ഒന്നും വരുന്നില്ല. സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആയതുകൊണ്ട് തന്നെ ഗൂഗിളിൻ്റെ ഡിജിറ്റൽ വെൽബീയിങ് ആൻഡ് പാരൻ്റൽ കൺട്രോൾ എന്ന ടെക്നോളജിയും വരുന്നുണ്ട് ഇതിൽ. അത് നമുക്ക് നമ്മുടെ ഫോണിൻ്റെ കൃത്യമായിട്ടുള്ളൊരു യൂസേജ് സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് കിട്ടുന്നുണ്ട്. നമ്പർ ഓഫ് അൺലോക്സ്, നോട്ടിഫിക്കേഷൻ, പിന്നെ ഓരോ ആപ്പും എത്ര നേരം നമ്മൾ യൂസ് ചെയ്തു, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഡിജിറ്റൽ വെൽബീയിങ് കൂടെ അറിയാൻ പറ്റും. പിന്നെ വരുന്നൊരു ഓപ്ഷനാണ് വിൻഡ് ഡൗൺ ഓപ്ഷൻ. അത് നമുക്ക് ഷെഡ്യൂൾ ചെയ്ത് ഇടാൻ പറ്റും 11 to അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള സമയത്തിനനുസരിച്ച്. അതായത് ഡിസ്പ്ലേ ഫുള്ള് നൈറ്റ് മോഡ് പോലെ തന്നെ ഇവിടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആവുന്നൊരു സിറ്റുവേഷൻ. അങ്ങനെയാണ് നമ്മുടെ വിൻഡ് ഡൗൺ ഓപ്ഷൻ വരുന്നത്. അത് നമുക്ക് ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ ആ ഒരു ടൈമിംഗ് അനുസരിച്ച് നമുക്കിപ്പം ഉറങ്ങാനുള്ള ടൈമിംഗ് മനസ്സിലാക്കാനും അങ്ങനെ ഒരുപാട് പറ്റുന്നതാണ്. നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. പക്ഷേ ഡു നോട്ട് ഡിസ്റ്റർബ് ഓപ്ഷനൊക്കെ ഓൺ ആകുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ രാവിലെ വരെ നോട്ടിഫിക്കേഷൻ ഒന്നും അറിയാൻ പറ്റാണ്ടൊക്കെ വരും. പക്ഷേ ഡിജിറ്റൽ വെൽബീയിങ് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. നമ്മുടെ ഫോണിൻ്റെ ഓവറോൾ യൂസ് ചെയ്ത് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ കുറച്ച് ഗെസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഷോർട്ട് കട്ട്സ് വരുന്നുണ്ട്. ജമ്പ് അപ്പ് ടു ക്യാമറ, പിന്നെ പ്രിവെൻറ്റ് റിംഗിങ്, അതായത് സൈലൻ്റ് ആക്കുക എന്നൊരു ഓപ്ഷൻ. അങ്ങനെ കുറച്ച് ഗെസ്റ്റേഴ്സ് വരുന്നുണ്ട്. നമ്മൾ ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പവർ ബട്ടൺ ഡബിൾ ടാപ്പ് ചെയ്ത് ക്യാമറ ഓൺ ആവുകയും പവർ ബട്ടണും വോളിയം അപ്പ് ബട്ടണും കൂടെ നോക്കി കഴിഞ്ഞാൽ ഫോൺ സൈലൻ്റ് ആകുകയും ചെയ്യാവുന്ന കുറച്ച് ഷോർട്ട് കട്ട്സ് കൂടെ വരുന്നുണ്ട്. അതേപോലെ തന്നെ പക്ഷേ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബാക്ക് ബട്ടൺ അല്ലെങ്കിൽ റീസെൻറ്റ് ബട്ടൺസിന് നമുക്ക് ചേഞ്ച് വരുത്താൻ പറ്റില്ല എന്നൊരു കുറവ് എനിക്ക് തോന്നി. അത് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ബാക്കി എല്ലാ ഫോൺസിനും അത് വരുന്നുണ്ട്. ഇവിടെ നമുക്കിപ്പോൾ സിസ്റ്റം അപ് ടു ഡേറ്റ് എന്ന് തന്നെയാണ്, ഉടനെ തന്നെ അപ്ഡേറ്റ് വരുന്നതായിരിക്കും. സ്റ്റോക്ക് ആൻഡ്രോയിഡിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഗൂഗിളിൻ്റെ ആപ്ലിക്കേഷൻസ് എല്ലാം കൃത്യമായിട്ട് അപ്ഡേറ്റഡ് ആയിരിക്കും അതിൻ്റെ അകത്ത്. ഇപ്പോൾ നമുക്ക് ഗൂഗിൾ ലെൻസ്, ജിമെയിൽ അതുപോലത്തെ ആപ്ലിക്കേഷൻസ് എല്ലാം ഇതിൻ്റെ അകത്ത് ഇൻബിൽഡ് ആയിട്ട് വരുന്നതായിരിക്കും. ഗൂഗിൾ ലെൻസ് ഇപ്പോൾ നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. ഗൂഗിൾ ലെൻസിൻ്റെ ഉപയോഗങ്ങൾ ഏകദേശം നമ്മൾ ഒരുപാട് പേർക്ക് തന്നെ കൃത്യമായി അറിയാൻ പാടില്ല എന്ന് തന്നെ പറയാം. ഗൂഗിൾ ലെൻസ് കൊണ്ട് ഇപ്പോൾ ഒരു സബ്സ്ട്രേറ്റ് എന്തെങ്കിലും ഒരു സാധനത്തിൽ വെച്ച് നമുക്ക് സൂം ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൃത്യമായി നമുക്ക് ഗൂഗിളിൽ നിന്ന് ഇൻ്റർനെറ്റ് കണക്ഷനിൽ കിട്ടുന്നതായിരിക്കും. ഇതൊരു മെഡിസിൻ്റെ ഒരു പാക്കറ്റാണ്. ആ മെഡിസിൻ്റെ പാക്കറ്റ് ജസ്റ്റ് ഗൂഗിൾ ലെൻസിൽ നിന്ന് സൂം ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കൃത്യമായി കിട്ടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിൻ്റെ ഇൻ്റർനെറ്റ് കണക്ഷൻ മാത്രം മതി. ജസ്റ്റ് നമ്മൾ സൂം ചെയ്യാൻ നമുക്ക് വേണ്ട അതിൻ്റെ മെഡിസിൻ്റെ നെയിം ഏതാണോ ആ ലേബിളൊന്ന് ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് ഫോക്കസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. കൃത്യമായിട്ട് ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. കൃത്യമായി വിക്കിപീഡിയയിൽ പോയി നമുക്ക് അറിയാൻ പറ്റും എന്താണ് അതിൻ്റെ കണ്ടൻറ്റൊന്നും അല്ലെങ്കിൽ എന്തിനാണ് ഉപയോഗിക്കുന്നതൊക്കെ അറിയാൻ പറ്റും. അതേപോലെ തന്നെ ഗൂഗിൾ ട്രാൻസ്ലേഷൻ, അതും ഇൻബിൽട്ടായി തന്നെ ഗൂഗിൾ ലെൻസിൽ വരുന്നൊരു കാര്യമാണ്. നമുക്ക് ഏത് ലാംഗ്വേജും നമുക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജിലേക്ക് നമുക്ക് കൃത്യമായി അറിയാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആക്കി തന്നെ നമുക്ക് ഗൂഗിൾ ട്രാൻസ്ലേഷനെ യൂസ് ചെയ്യാൻ. അതിന് പ്രത്യേകം ആപ്പ് ഡൗൺലോഡ് ചെയ്യാണ്ട് തന്നെ ഗൂഗിൾ ലെൻസിൽ ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അത് നമുക്ക് വളരെ ഫലപ്രദമായൊരു ആപ്ലിക്കേഷൻ തന്നെയാണ്. കൃത്യമായിട്ട് ഇപ്പോൾ മലയാളം ഞാനിപ്പോൾ ഇംഗ്ലീഷിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത്. കൃത്യമായിട്ട് വേർഡ് ബൈ വേർഡ് ട്രാൻസ്ലേഷൻ കിട്ടില്ല എന്നുണ്ടെങ്കിലും ഏകദേശം നമുക്ക് അത്യാവശ്യം ലാംഗ്വേജ് നോളജ് ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ഗൂഗിൾ ലെൻസ് വഴി നമുക്ക് കിട്ടുന്നത്. അതേപോലെ തന്നെ മറ്റ് MI ഫോണുകളിലുള്ള പോലെ MI കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ MIയുടെ ഒരുപാട് ആപ്ലിക്കേഷൻസ് നമ്മുടെ ഈ സ്റ്റോക്ക് ആൻഡ്രോയിഡ് ഫോണുകളിൽ ഉണ്ടാവില്ല എന്നൊരു കാര്യമാണ്. നമുക്ക് അവരെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാനും പറ്റും. അതും ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡ് പ്രത്യേകത തന്നെയാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് നോട്ടിഫിക്കേഷൻ ലൈറ്റ്സിനെ കുറിച്ചാണ്. ഏകദേശം എല്ലാവരും മിസ് ചെയ്യുന്നൊരു ഫാക്ടറാണ് ഈ നോട്ടിഫിക്കേഷൻ ലൈറ്റ് അല്ലെങ്കിൽ ബ്ലിങ്ക് ലൈറ്റ് എന്നൊരു ഓപ്ഷൻ. അതായത് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ മുകളിലെ ഒരു നോട്ടിഫിക്കേഷൻ ലൈറ്റ് ഇങ്ങനെ കത്തുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ചില ഫോണുകളുണ്ട്. പക്ഷേ ഇതിലും നമ്മുടെ MI A3 ആ ഒരു സ്പെസിഫിക്കേഷൻ ഉണ്ട്, നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. ആ ഓപ്ഷൻ ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റും. ഏകദേശം എല്ലാവരും മിസ് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പം നിങ്ങളുടെ MI ഡിവൈസ് ഉണ്ടെങ്കിൽ അത് ഓർക്കുക, ബ്ലിങ്ക് ലൈറ്റ് എന്നൊരു ഓപ്ഷൻ നമ്മുടെ MI A3 എന്ന ഡിവൈസിലുമുണ്ട്.
പിന്നെ ഫേസ് ഡിറ്റക്ഷനെ കുറിച്ച് പറയാനാണെങ്കിൽ അത്യാവശ്യം സ്പീഡുണ്ട്, ബട്ട് ലെസ് സെക്യൂർ ആണ് ഫേസ് ID ഇൻ MI A3 എന്ന് പറയാം. Xiaomi MI A3യിൽ പറയുന്ന ഏറ്റവും വലിയൊരു വേറൊരു പ്രത്യേകതയാണ് 48 MB AI ക്യാമറ, പിന്നെ വൈറ്റ് ലൈൻസ് 8 MB ക്യാമറ, ഡെപ്ത് സെൻസർ ഒരു 5 MB ക്യാമറ. അതായത് ഒരു 14,000 റേഞ്ചിൽ ഇത്രയും വലിയൊരു ക്യാമറയിൽ MI A3യിൽ തരുമ്പോൾ അതിൻ്റെതായ എന്ത് സ്പെഷ്യാലിറ്റിയാണ് അതിലുള്ളത് നമുക്ക് നോക്കാം. AI ക്യാമറയാണ് തരുന്നത്, അതായത് ലീഫ്, ഫ്ലവർ അങ്ങനെ ഓരോന്നിനും കൃത്യമായിട്ടൊരു സ്പെസിഫൈ ചെയ്യാൻ പറ്റുന്ന ക്യാമറയാണ്. നമുക്ക് ഫിംഗർ പ്രിൻറ്റ് നോക്കിയാൽ അത് വളരെ സ്പീഡായിട്ട് തന്നെയാണ്. ഇനി ക്യാമറ ആപ്ലിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഫോട്ടോസ് കൃത്യമായി നമ്മൾ ഫസ്റ്റ് ടു ബി ഫ്രാങ്ക് നമ്മൾ ആദ്യം ഒരു ഫോട്ടോ എടുക്കുമ്പോഴേക്കും അത് ഇത്തിരി ഡൾ, അല്ലെങ്കിൽ നമ്മൾ 48 MB ആ ഒരു വെച്ച് നോക്കിയാൽ നമ്മൾ ഇത്തിരി ഹാപ്പി ആകുന്ന സിറ്റുവേഷൻ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ അതിൽ ഉള്ളിൽ നമുക്ക് 48 MB എന്ന് വേറൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ എടുത്ത് നമ്മളത് എനേബിൾ ചെയ്തിട്ടിട്ട് പിന്നെ ഫോട്ടോ എടുക്കുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും എന്താണ് 48 MB ക്യാമറ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബട്ട് 48 MB ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായും അതിൻ്റെ ഒരുപാട് സെറ്റിങ്സ് വേറെ ഉണ്ട്. അതിനെക്കുറിച്ച് കൃത്യമായ ഡീറ്റെയിൽ ഞാൻ ഒരു വീഡിയോ ചെയ്ത് കാണിച്ചു തരാം. അതല്ലെങ്കിൽ ഈ ഒരു വീഡിയോയിൽ നമുക്ക് ചെയ്ത് തീരില്ല. ഒരുപാട് ഓപ്ഷൻസ് വേറെ, ഇപ്പോൾ വീഡിയോ ഓപ്ഷൻസ്, ഫോട്ടോ, അങ്ങനെ ഒരുപാട്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ MIയുടെ തന്നെതായ ക്യാമറയാണ് സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആണെങ്കിൽ കൂടി നമുക്ക് MI A3യിൽ കിട്ടുന്നത്. ഗൂഗിൾ ക്യാമറ ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇതിലൂടെ നല്ലൊരു ക്ലാരിറ്റിയോടെ ഫോട്ടോസ് കിട്ടുമായിരുന്നു. ഇപ്പോൾ നമുക്ക് കാണാം ഫോട്ടോസ് എടുക്കുമ്പോഴാണെങ്കിലും നല്ല 48 MB ക്യാമറ, അല്ലെങ്കിൽ പോർട്രേറ്റിൽ എടുക്കുകയാണെങ്കിലും നല്ല ക്യാമറ ക്വാളിറ്റി തന്നെയാണ് കിട്ടുന്നത്. അത്യാവശ്യം സൂമിങ്ങും കാര്യങ്ങളെല്ലാം കൃത്യമായി തന്നെ കിട്ടുന്നുണ്ട്. ആ ഒരു ഇമേജ് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും കൃത്യമായി നല്ലൊരു കളർ സാച്ചുറേഷനും കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലാണ്ടുണ്ട്. ബട്ട് ആ ഡിസ്പ്ലേ ഒരു ബ്രൈറ്റ്നസിൻ്റെ ഒരു ചെറിയൊരു ഇഷ്യൂ നമുക്ക് ചിലപ്പോൾ കാണാൻ സാധിക്കും. പിന്നെ വൈഡ് റേഞ്ച്, അൾട്രാ വൈഡ് എന്ന ഓപ്ഷൻ വരുന്നത് വേറെ ഒരു വൈഡ് എന്ന ഓപ്ഷൻ അല്ലാണ്ട് പ്രോ മോഡിൻ്റെ അകത്താണ് വരുന്നത്. അതുകൊണ്ട് ചിലർക്കെങ്കിലും ചിലപ്പോൾ ഒരു മിസ്സിംഗ് ആയിട്ട് തോന്നാം ആ മൂന്നാമത്തെ ക്യാമറ എവിടെ, അതിൻ്റെ സ്പെസിഫിക്കേഷൻ എവിടെ പോയെന്ന്. അപ്പോൾ അൾട്രാ വൈഡ് നിങ്ങൾ നോക്കുക, പ്രോ മോഡിലാണ് ഉള്ളത്. ആ പ്രോ മോഡിനകത്ത് വേറെ ഒരുപാട് സെറ്റിങ്സ് ഉണ്ട്, അത് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. പിന്നെ നമുക്ക് നോക്കാനാണെങ്കിൽ MI A3യിൽ Xiaomi തരുന്നത് ഒരു 720 പിക്സൽ ഡിസ്പ്ലേ ആണ്, AMOLED ഡിസ്പ്ലേ ആണ് തരുന്നത്. പക്ഷേ ഒരു AMOLED ഡിസ്പ്ലേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരിക എന്ന് പറയുമ്പോൾ അത് വലിയൊരു കാര്യം തന്നെയാണ്. ബട്ട് 720 പിക്സൽ, അതായത് HD എന്നൊരു ഓപ്ഷൻ മാത്രമേ വരുന്നുള്ളൂ. നമുക്കിപ്പോൾ കാണുമ്പോൾ പറയാം വ്യൂ നോച്ചാണ്, ഇയർ പീസും 32 MB ഫ്രണ്ട് ക്യാമറയൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്ന നല്ലൊരു ഇതിൽ തന്നെയാണ്. ബട്ട് നമ്മൾ ഒരുപാട് വീഡിയോസ് അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോസ് അല്ലെങ്കിൽ HD വീഡിയോസ് ഒക്കെ കാണുന്ന, HD+ വീഡിയോസ് ഒക്കെ കാണുന്ന ഒരാളാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇഷ്ടമായി എന്ന് വരില്ല. എന്നാലും അത്യാവശ്യം നല്ല ഒരു ഡിസ്പ്ലേ തന്നെയാണ്. ഡിസ്പ്ലേ ഓപ്ഷൻസ് ഒരുപാടുണ്ട്. നമുക്ക് ലൈറ്റ് ഓപ്ഷൻസ് ഇപ്പോൾ ഏകദേശം എല്ലാ ഫോണിലും വരുന്ന പോലെ, അതായത് നമ്മുടെ നൈറ്റിൽ യൂസ് ചെയ്യുമ്പോഴേക്കും ഒരു യെല്ലോയിഷ് ഷെയ്ഡ്, നമ്മുടെ കണ്ണിന് കുറച്ച് സ്ട്രെയിൻ കുറയ്ക്കാൻ വേണ്ടി ഒരു യെല്ലോയിഷ് ഷെയ്ഡ് വരുത്താനായിട്ട് നൈറ്റ് ലൈറ്റ് എന്നൊരു ഓപ്ഷൻ ഗൂഗിൾ തരുന്നുണ്ട്. അത് നമ്മുടെ MI A3യിലും വരുന്നുണ്ട്. അതേപോലെ അഡാപ്റ്റീവ് ബ്രൈറ്റ്നസ്, ഈ അഡാപ്റ്റീവ് ബ്രൈറ്റ്നസ് ടു ബി ഫ്രാങ്ക് ഇത്തിരി ബ്രൈറ്റ്നസ് നമുക്ക് ഇത്തിരി കുറവായിട്ട് തന്നെ തോന്നാം. അഡാപ്റ്റീവ് ബ്രൈറ്റ്നസ് ഉണ്ടെങ്കിൽ പോലും ഡിസ്പ്ലേ അഡ്ജസ്റ്റ്മെൻറ്റ്, ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ്മെൻറ്റ് കുറച്ച് ഇത്തിരി ബാക്ക്വേർഡായിട്ടാണ് എനിക്ക് MI A3യിൽ തോന്നിയിട്ടുള്ളത്. അതേപോലെ സ്ക്രീൻ സേവർ ഓപ്ഷൻ, സ്ക്രീൻ സേവർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം സാംസങ് ഡിവൈസ് അല്ലെങ്കിൽ പിക്സൽ ഡിവൈസസിൽ വരുന്ന പോലെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ പോലൊരു ഓപ്ഷനാണ് സ്ക്രീൻ സേവർ. പക്ഷേ ഇത് ഇത്തിരി കൂടെ മോർ ബാറ്ററി കൺസ്യൂമിങ് ആണ് എന്ന് തന്നെ പറയാം. അതൊരുപാട് യൂസിങ്, ഇപ്പോൾ നമുക്ക് വെറുതെ ഒരു ആംബിയൻ ഡിസ്പ്ലേയിൽ ഇത് യൂസ് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ നമുക്കിപ്പോൾ അത് സ്ക്രീൻ സേവർ വേണമെങ്കിൽ ചാർജിങ്ങിൻ്റെ ടൈമിനൊക്കെ ഓൺ ആക്കിയിട്ട്, അതായത് നമ്മൾ പ്ലഗ് ഇൻ ചെയ്യുമ്പോഴേക്കും സ്ക്രീൻ സേവർ ഓൺ ആയി വരികയും ആ ഒരു ടൈം നമുക്കിങ്ങനെ കാണിച്ചു, അതായത് നമുക്ക് ചിലങ്കിൽ ഒരു ചാർജിങ് ആവുന്നുണ്ടോ എന്ന് കാണിക്കാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നൊരു സംഭവമാണ് സ്ക്രീൻ സേവർ ഓപ്ഷൻ. അതേപോലെ ആംബിയൻ ഡിസ്പ്ലേ, ന്യൂ നോട്ടിഫിക്കേഷൻ വരുമ്പോഴേക്കും ഡിസ്പ്ലേ ലൈറ്റ് അപ്പ് ആകുന്ന ഓപ്ഷൻസാണ് ആംബിയൻ ഡിസ്പ്ലേ. സാധാരണ സാംസങ് ഫോണിലൊക്കെ സ്ക്രീൻ സേവറിലും വരുന്ന പോലെ തന്നെ ഇങ്ങനെ ആംബിയൻ ഡിസ്പ്ലേയിൽ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ വരും. അതായത് നമ്മളത് എനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഓൾവേസ് ഓൺ, അതായത് ഡിസ്പ്ലേയിൽ ഇങ്ങനെ ഫുൾ ടൈം ഓൺ ആയിട്ട് ഈ ഒരു ഷെയ്ഡിൽ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കാണാം. അപ്പോൾ അത് വളരെ നല്ലൊരു സാംസങ് ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു നല്ലൊരു ഓപ്ഷനാണ്. ഇപ്പോഴത്തെ MI A3 അല്ലെങ്കിൽ സാംസങ് A30 മോഡൽസ് അല്ലെങ്കിൽ A സീരീസിൽ ഒരുമാതിരി എല്ലാത്തിനും ആ ഓപ്ഷൻ കാണാം. എന്താണ് 720 റെസൊല്യൂഷൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞാൽ, ഇതൊരു 4K വീഡിയോ ആണ്. നമ്മളിതിൻ്റെ ക്വാളിറ്റി നോക്കി സെലക്ട് ചെയ്ത് കാണാം. 720 പിക്സലാണ് ഇതിൻ്റെ മാക്സിമം പറയുന്ന നമ്മുടെ ഈ ഫോണിൽ അതായത് MI A3യിൽ പ്ലേ ചെയ്യാൻ പറ്റുന്ന മാക്സിമം ക്വാളിറ്റി എന്ന് പറയുന്നത് 720 പിക്സലാണ്. അതായത് 720 എന്നൊരു ഓപ്ഷൻ, അതായത് 1080 അല്ലെങ്കിൽ 4K വരെ വരുന്നൊരു വീഡിയോ ആണ്. നമ്മൾ അത് വേറെ ഫോണുകളിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 1080 പ്ലേ ചെയ്യാൻ പറ്റുന്ന വീഡിയോ നമുക്ക് ഇതിൽ പ്ലേ ചെയ്യാൻ പറ്റുന്ന വെറും 720 മാത്രമായിരിക്കും. ഈവൻ സൗണ്ട് വരുമ്പോഴാണെങ്കിൽ കുഴപ്പമില്ലാത്ത സൗണ്ടാണ് വരുന്നത്. പക്ഷേ എന്നാലും അത്ര ക്ലിയർ അല്ല. ലൗഡ് ആണെങ്കിലും ഒരുപാട് ലൗഡും അല്ല. ഇപ്പോൾ പോക്കോ വെച്ച് നോക്കുമ്പോഴേക്കും ഒരുപാട് ലൗഡല്ല. ബട്ട് സ്റ്റിൽ അത് അത്ര ക്ലാരിറ്റി ഉണ്ടോയെന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ഫോൺ യൂസ് ചെയ്യുന്നത്, അതായത് സിനിമ കാണാനോ അല്ലെങ്കിൽ വീഡിയോസ് കാണാൻ അല്ലെങ്കിൽ HD കാര്യങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമുക്ക് ചിലപ്പം ഇഷ്ടമായി എന്ന് വരില്ല.
അതേസമയം അതേപോലെ തന്നെ കളർ കളറും ഇത്തിരി ഓവർ സാച്ചുറേറ്റഡ് ആയിട്ട് നമുക്ക് തോന്നാൻ പറ്റും. കൃത്യമായൊരു കളർ സെൻസിറ്റിവിറ്റി അല്ല ഷവമി ഇതിൻ്റെ ഡിസ്പ്ലേയിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഡിസ്പ്ലേ വൈസ് നോക്കാനാണെങ്കിൽ ഇറ്റ്സ് നോട്ട് ടു ബാഡ്, ഒരുപാട് കുഴപ്പമുണ്ടെന്ന് പറയുന്നതല്ല. എന്നാലും നമ്മളിപ്പോൾ ഒരു സാംസങ് ഫോണൊക്കെ ആയിട്ട് കമ്പയർ ചെയ്താൽ നമുക്കത്ര നന്നായിട്ട് തോന്നിയെന്ന് വരില്ല. ബാറ്ററിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 4030 mAh പവർ ബാറ്ററിയാണ് MI A3യിൽ ഷവമി തരുന്നത്. അധികം റഫ് യൂസൊന്നും ഇല്ലെങ്കിൽ 1.5 days ഒക്കെ നന്നായിട്ട് ലാസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാറ്ററി തന്നെയാണ്. അതിൻ്റെ കൂടെ നമുക്ക് 18 വോട്ടിൻ്റെ ചാർജർ കൂടി ഉണ്ടെങ്കിൽ ബാറ്ററിയുടെ കാര്യത്തിൽ പക്ക ഒരു വിജയം തന്നെയാണ് MI A3 എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. പക്ഷേ എന്നാലും അതിൻ്റെ വെയിറ്റോ കാര്യങ്ങളോ ഒന്നും MI A3യിൽ പറയുന്നില്ല. നല്ലൊരു ബാറ്ററി ബാക്കപ്പ് തന്നെയാണ് MI A3യിലൂടെ കിട്ടുന്നത്. നമുക്കിപ്പോൾ ബാറ്ററിയുടെ കാര്യം മാത്രമല്ല, പക്ഷേ ഇപ്പം പ്രൊസസ്സർ വൈസ് നോക്കുകയാണെങ്കിൽ 665 എന്ന പ്രൊസസ്സറിനെ വെച്ച് നോക്കിയാൽ നമുക്ക് ഹെവി ഗെയിമറോ അല്ലെങ്കിൽ ഒരുപാട് എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ നമുക്ക് MI A3 അത്ര സ്മൂത്തായിട്ട് തോന്നില്ല. ഇപ്പം വലിയ കുഴപ്പമില്ല, സ്റ്റോക്ക് ആൻഡ്രോയിഡ് കൂടി ആയതുകൊണ്ട് തന്നെ നല്ല സ്മൂത്താണ്. ബട്ട് ഹെവി ഗെയിമിംഗ് ഒക്കെ വരുമ്പോഴേക്കും അതൊരു ചെറിയ ലാഗ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളൊരു ഹെവി ഗെയിമറോ അല്ലെങ്കിൽ എഡിറ്റിംഗ് ഒക്കെ ഉള്ള ഒരാളാണെങ്കിലും അതേപോലെ ഒരുപാട് ഫിലിംസ് HD ഫിലിംസും ഒക്കെ കാണുന്ന ആ ഒരാളാണെങ്കിൽ MI A3 അത്ര പ്രിഫറൻസ് വാങ്ങേണ്ട ഒരു ആവശ്യം ഉണ്ടാവില്ല. അതേസമയം നിങ്ങളുടെ പ്രിഫറൻസ് ഒരു ക്യാമറ, നല്ലൊരു ക്യാമറ, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു ക്യാമറ, സ്റ്റോക്ക് ആൻഡ്രോയിഡ്, അതേപോലെ ആ ഒരു ബിൽഡ് ക്വാളിറ്റിയും ഡിസൈനും ചാർജും ഒക്കെ ആണെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ചൂസ് MI A3 എന്ന് തന്നെ പറയാൻ പറ്റും. ഒരു കുഴപ്പവുമില്ലാതെ MI A3 ചൂസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഡിസൈനും ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ അതൊരു വലിയൊരു ഫാക്ടർ തന്നെയാണ്. അപ്പോൾ നല്ലൊരു ഫോൺ തന്നെയാണ് MI A3 ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് ഫോൺ എന്ന് വേണമെങ്കിൽ പറയാം. അതേപോലെ അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നും കൃത്യമായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങളിത് ഓപ്റ്റ് ചെയ്യുമോ ഇല്ലെന്നൊരു പറയാം.